ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ആ പെട്ടിക്കകത്ത് കാര്യമായി കള്ളപ്പണം എത്തിച്ചിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിനകത്ത് നിങ്ങളുടെ വാട്ടർലൂ ആവാൻ പോകുന്നു എന്നതുവരെ വിമർശനം ഉയർന്ന ഒരു ഘട്ടമാണ്. ഇപ്പോൾ ഇതിൽ അന്വേഷണം നടത്തി സ്പെഷ്യൽ ബ്രാഞ്ച് ഇതാ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് പെട്ടിക്കകത്ത് കാര്യമായെന്ന് കണ്ടെത്താനായിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ കറുത്ത പൂച്ചയെ ഇരുട്ടത്തല്ല വെളിച്ചത്ത് തപ്പിയാലും കിട്ടില്ലല്ലോ. ഇല്ലാത്ത പൂച്ചയെ തപ്പാൻ പോയാൽ അത് തന്നെ ആയിരിക്കും അവസ്ഥ. ഇപ്പോ അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, ഇല്ലാത്ത ഒരു വിവാദം CPM തെരഞ്ഞെടുപ്പ് എന്തെങ്കിലും പ്രയോജനപ്പെടുമെങ്കിൽ പ്രയോജനപ്പെട്ടെ എന്ന ധാരണയിൽ CPM ഉണ്ടാക്കിയ ഒരു വിവാദം, ആ വിവാദം ഇപ്പോ ഇത്തരത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നത്. ഏതായാലും പെട്ടിയിലൊന്നുമില്ലായിരുന്നു ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അല്ല, കോൺഗ്രസിന് വലിയ മാനനഷ്ടവും അപമാനവും ഒക്കെ ഉണ്ടാക്കി വെച്ച സംഭവമാണല്ലോ. ഇത് അങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്ത് പോയാൽ മതി എന്നാണോ നിങ്ങളുടെ നിലപാട്? തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഇപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ നമുക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ടത്, അതായത് CPM ഉണ്ടാക്കിയ ഈ വിവാദത്തിൽ CPM-നോടൊപ്പം ചേർന്ന് നിന്നത് BJP ആണ്. ഇവർ രണ്ടുപേരും ചേർന്നുണ്ടാക്കിയ വിവാദം വെറും ബാലിശമായ വിവാദം, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദമാണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ട ബാധ്യത CPM-നും BJP-ക്കും ഉണ്ട്. ശരി, നന്ദി ശ്രീ ജ്യോതികുമാർ ചാമക്കാല. ഈ കേസിൽ കാര്യമായി കഴമ്പൊന്നും കണ്ടെത്താനാവാത്ത ഒരു പശ്ചാത്തലത്തിൽ CPM പൊതുജനത്തോട് മാപ്പ് പറയണമെന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും പാലക്കാട്ടെ പെട്ടി വിവാദത്തിൽ തുടർ നടപടിയില്ല. കാര്യമായി തുമ്പൊന്നും അതിന് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട്, ആ പെട്ടിയിൽ പണമായിരുന്നു എന്നുള്ള കാര്യം തെളിയിക്കാനും കഴിയാത്തതുകൊണ്ട് കേസ് ക്ലോസ് ചെയ്യാണെന്ന് കാട്ടിക്കൊണ്ട് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഇനിയകത്തൊരു തുടർ നടപടിക്ക് സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഇതിനൊന്നും കണ്ടെത്താൻ കഴിയാത്തൊരു പശ്ചാത്തലത്തിൽ ഇനിയൊരു പുതിയ അന്വേഷണ ഏജൻസിയെ കണ്ടോ അല്ലെങ്കിൽ പുതിയൊരു സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കാനൊന്നും സാധ്യതയില്ല. പ്രത്യേകിച്ച് അതിനകത്ത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും വന്ന സ്ഥിതിക്ക് സർക്കാരിനോ പോലീസിനോ അതിനകത്ത് പ്രത്യേക താല്പര്യം ഉണ്ടാവാനും വഴിയില്ല. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. NN കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഈ സമയം പെട്ടിക്ക് പിറകെയല്ല പോവേണ്ടെന്നുള്ളൊരു നിലപാട് അവസാന ഘട്ടത്തിൽ എടുത്തപ്പോഴും അതിൽ തന്നെ EN സുരേഷ് ബാബു ജില്ലാ സെക്രട്ടറി അടക്കം സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. അത് പക്ഷേ ഒരു ഇലക്ഷനിലേക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ UDF-നെ ഒരു ആയുധമാക്കിയെടുക്കാൻ അവസാന നിമിഷം വരെ കഴിയുമോ എന്നാണ് പാർട്ടി നോക്കിയത്. പക്ഷേ അതൊരു ആയുധമായില്ല എന്ന് നമ്മൾ റിസൾട്ടിൽ കണ്ടതാണ്. തൊട്ടു പിന്നാലെ അതിനകത്ത് തുമ്പൊന്നും കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞ് സ്പെഷ്യൽ ബ്രാഞ്ച് കേസ് ക്ലോസും കൂടി ചെയ്യുമ്പോൾ സ്വാഭാവികമായും CPM-ന് ഇതൊരു ഇരട്ട പ്രഹരമാകുന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും CPM-ന്റെ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചത് അതുവരെ കിട്ടിയില്ല എന്ന് കൂടി മനസ്സിലാക്കുന്നു. നന്ദഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. നന്ദഗോപാൽ തുടരുന്നുണ്ട്. നന്ദഗോപാൽ, ഇതിനകത്ത് ഇനിയിപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് കിട്ടുമ്പോൾ ഇനി അതിൻ്റെ ഒരു തുടർ ആക്ഷൻ എങ്ങനെയായിരിക്കും? ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് ശരിവെച്ച് ഇനി അത് മുകളിലേക്ക് DGP-ക്ക് അയക്കുന്നു, അത് അവിടെ തീരുന്നു, ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ്ഡ് ആണ് എന്ന് തന്നെ കരുതേണ്ടതില്ലേ? അങ്ങനെ തന്നെയായിരിക്കും കാര്യങ്ങൾ. അതായത് ഈ ഒരു പരാതി ലഭിച്ചതിന്റെ ആദ്യഘട്ടത്തിൽ ഇതിൽ ഒരു അന്വേഷണത്തിനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന് ആദ്യം തന്നെ ഈ ഒരു അന്വേഷണ ചുമതല നൽകിയത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ അവിടെ നടത്തിയ പരിശോധനയിൽ പണമോ മറ്റു ബാഗുകളോ അല്ലെങ്കിൽ സംശയമുള്ള ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് CPM തങ്ങളുടെ ആരോപണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി നൽകിയത്. അതായത് കോൺഗ്രസ് ഇത്തരത്തിൽ ഇവിടെ പണം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് CPM ചൂണ്ടിക്കാട്ടിയത്. ഇതിനുവേണ്ടി അവർ CPM കേന്ദ്രങ്ങളിൽ നിന്നുൾപ്പെടെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ അന്വേഷണത്തിന് കഴമ്പുണ്ടോ എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് സ്പെഷ്യൽ ബ്രാഞ്ചിനെ ആദ്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP തന്നെ ഇത്തരത്തിൽ തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകുമ്പോൾ തുടർ അന്വേഷണത്തിന് ഇനി സാധ്യതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുന്നോട്ട് ഇനി അന്വേഷിക്കാൻ ഇതിൽ യാതൊരു തെളിവോ അല്ലെങ്കിൽ CPM-ന്റെ ആരോപണങ്ങളെ ഒന്നും തന്നെയോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് പറയുമ്പോൾ ഇനി തുടർ അന്വേഷണം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇനി ജില്ലാ പോലീസ് മേധാവി മുകളിലേക്ക് റിപ്പോർട്ട് കൈമാറുന്നതിനനുസരിച്ച് അവിടെ നിന്നും കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ചുമതലയായിരുന്നു ഇതിൽ അന്വേഷണത്തിന് സാധ്യതയുണ്ടോ എന്ന് കണ്ടെത്തേണ്ടത്. ഇതിനുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഇവർ നൽകിയിട്ടുള്ളത്. പെട്ടിക്കേസിൽ ഇനി തുടരന്വേഷണമില്ല. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ കാര്യമൊന്നും കണ്ടെത്താനുമായിട്ടില്ല. നീലപ്പെട്ടിയിൽ പണം കൊണ്ടുവന്നു എന്നായിരുന്നു CPM നേതാക്കളുടെ ആരോപണം. പക്ഷെ അതിനകത്ത്
ഒരു ചില്ലറ പൈസ പോലും കിട്ടിയതായുള്ള തെളിവുകളില്ല. അതുകൊണ്ട് ഈ കേസ് ക്ലോസ് ചെയ്യാം എന്നതാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ നിലപാട്. അക്കാര്യം ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി എന്ന് വെച്ചാൽ പാലക്കാട് SP ആ വിവരം സംസ്ഥാന DGPയെ സ്വാഭാവികമായും അറിയിക്കും. ഇനി സർക്കാരിൻ്റെ പോലീസിൻ്റെ നീക്കം എന്തായിരിക്കും എന്നുള്ളത് ഒരു ശ്രദ്ധേയമാണ്. കാര്യമായി നമുക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിന് കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിക്ക്, കാര്യമായൊരു തുമ്പുമില്ലാത്ത സ്ഥിതിക്ക് ഈ കേസ് ഇവിടെ ക്ലോസ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. അതേസമയം സ്ഥാനാർത്ഥി അടക്കം UDF നേതാക്കളെ അടക്കം കരിവാരി തേച്ച വലിയ ഒരു ആരോപണ മുനയിൽ നിർത്തിയ ഒരു കേസായതുകൊണ്ട് ഇത് ഒന്നും കണ്ടെത്താൻ കഴിയാത്തൊരു പശ്ചാത്തലത്തിൽ CPM പൊതുജന മധ്യത്തിൽ മാപ്പ് പറയണം എന്നുള്ളൊരു ആവശ്യം ഇതിനകം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം നമ്മൾ തിരക്കിയതാണ്. പക്ഷേ ഈ സമയം നേതാക്കളെ ആരും കിട്ടാത്തൊരവസ്ഥയും കൂടിയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും പാലക്കാട്ടെ പെട്ടി വിവാദത്തിൽ തുടർ നടപടിയില്ല, നീലപ്പെട്ടിയിൽ പണമെത്തിയതിനും തെളിവില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്.